ഇപ്പോൾ ഒരു സംഘർഷ വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് പൂക്കടയിൽ സംഘർഷമുണ്ടായത്. പൂക്കടയിൽ എത്തിച്ച പൂവിന്റെ പണം വാങ്ങാനെത്തിയ തമിഴ്നാട് സ്വദേശിയെ കടയിലെ ജീവനക്കാരൻ കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയായ അനീസ് കുമാറിനാണ് പരിക്കേറ്റത്. ആക്രമിച്ചയാൾ ഒളിവിൽ പോയി. കടയുടമ രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മേഘന മുരളിയുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്തിനായിരുന്നു ഈ തർക്കം, ഈ കത്തിക്കുത്തൊക്കെ? മേഘന, ഉന്മേഷ്, അല്പസമയം മുന്നെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ഈ ഒരു കത്തിക്കുത്ത് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പൂ മൊത്തക്കച്ചവടക്കാരനായിട്ടുള്ള തമിഴ്നാട് സ്വദേശി അനീസ് കുമാറിനാണ് പരിക്കേറ്റിട്ടുള്ളത്. നെഞ്ചിലാണ് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ അനീസ് കുമാർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ നെടുമങ്ങാട് സ്ഥിതി ചെയ്യുന്ന സ്നേഹ ഫ്ലവർ മാർട്ടിലെ ആണ് ഈ സംഭവം ഉണ്ടായത്. ഈ സ്നേഹ ഫ്ലവർ മാർട്ടിൽ പൂവ് മൊത്ത കച്ചവടത്തിനായി എത്തിയതാണ് ഈ അനീസ് കുമാർ. അങ്ങനെ നേരത്തെ തന്നെ പൂവ് കൊണ്ടു കൊടുക്കുന്നു. ശേഷം ഈ ഓണത്തിന് ശേഷം ഈ പൂവ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കാത്തതിലാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. കടയുടമയുമായി ഈ തമിഴ്നാട് സ്വദേശി മൊത്തക്കച്ചവടക്കാരനായിട്ടുള്ള പൂക്കച്ചവടക്കാരനുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ കടയിലെ സ്നേഹ ഫ്ലവർ മാർട്ടിലെ മറ്റൊരു ജീവനക്കാരൻ, തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മറ്റൊരു ജീവനക്കാരൻ ഈ പൂക്കച്ചവടക്കാരനെ ആക്രമിക്കുന്നത്. പൂ വെട്ടുന്ന കത്രിക ഉപയോഗിച്ച് നെഞ്ചിൽ പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കൂടാതെ നെടുമങ്ങാട് പോലീസ് ഇപ്പോൾ ഈ കട ഉടമ രാജനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമിച്ച മറ്റൊരു ജീവനക്കാരൻ ഇപ്പോഴും ഒളിവിലാണ്. പോലീസ് ആ ജീവനക്കാരന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നു. എന്തായാലും ഈ പൂവുമായി ബന്ധപ്പെട്ട് അതിൽ പണം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായത്. അതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.